ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള 7 അസുഖങ്ങളെക്കുറിച്ചാണ്. ഈ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ, ഈ അസുഖങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പ്രിവെൻഷൻ മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഈ ഒരു വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ മറ്റ് ക്രേഫിഷുകളായിട്ടുള്ള സാധാരണ അലങ്കാര ക്രേഫിഷുകളിലും വരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റ് വെറൈറ്റിയിൽ പെട്ട ക്രേഫിഷുകളൊക്കെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. റെഡ് ക്ലോ ക്രേഫിഷുകൾക്ക് വരാൻ സാധ്യതയുള്ള 7 അസുഖങ്ങളിൽ അതിൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് ഷെൽ റോട്ടാണ്. ഈ ഷെൽ റോട്ടിനെ എക്സോസ്കെലിറ്റൻ ഡിസീസ് എന്നും പറയാറുണ്ട്. ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഷെൽ റോട്ടാണ് നടക്കുന്നത്. റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞു പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷെല്ലിന് കേട് വരിക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഷെല്ല് ഡിസ്കളറേഷൻ സംഭവിക്കുക, അതായത് കളർ കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡായി പോവുക. അതുപോലെ തന്നെ ഷെല്ല് സോഫ്റ്റ് ആവുക, അതുപോലെ തന്നെ ഓട്ടകൾ വരിക, അതുപോലെ തന്നെ ഷെല്ല് പൊടിഞ്ഞു പോകാനായിട്ട് തുടങ്ങുക. പിന്നെ ഈ വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള പാച്ചുകൾ ഇവരുടെ ഷെല്ലുകളിൽ കാണാനായിട്ട് തുടങ്ങും. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഇനി ഈ അസുഖം വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഈ 2 കേസ് വന്നാലും ഈ ഒരു ഷെൽ റോട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവ്, ഇങ്ങനെ വന്നാലും ഷെൽ റോട്ട് സംഭവിക്കും. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി വല്ലാതെ അസിഡിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലുള്ള അമോണിയ, നൈട്രേറ്റ് ഇതിൻ്റെ അളവ് സ്പൈക്ക് ആയി കഴിഞ്ഞാലും ഇത്തരത്തിൽ ഷെൽ റോട്ട് സംഭവിക്കാറുണ്ട്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്ന ക്രേഫിഷിനെ നമ്മൾ സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിൽ മാറ്റിയിടുക. എന്നിട്ട് വാട്ടർ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയയാണ് കാരണമെന്നുണ്ടെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസ് കൊടുക്കുക. ഇത് അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അതല്ലാതെ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ അസുഖമായിട്ട് വരുന്നത് പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻ ആണ്. വേംസ് അല്ലെങ്കിൽ പ്രോട്ടോസോവ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് പാരസൈറ്റ് ആയിട്ട് നമ്മുടെ ക്രേഫിഷിൻ്റെ ശരീരത്തിൽ കടന്നുകൂടുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ വീക്കായിരിക്കും, മൂവ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഈ പാരസൈറ്റുകൾ ഒരു വൈറ്റ് കളറിൽ പഞ്ഞി പോലെയൊക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇത് കാരണം ഇവർക്ക് ചൊറിച്ചിൽ വരുന്നത് കൊണ്ട് ഇവരുടെ ശരീരം ഇവർ അക്വേറിയത്തിനകത്ത് അല്ലെങ്കിൽ ഫിഷ് ടാങ്കിനകത്തുള്ള ഒബ്ജക്ട്സിനെതിരായിട്ട് ഉരയ്ക്കുന്നത് കാണാം. ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഈ ഒരു അസുഖം വരാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത്, ഒന്ന് നമ്മൾ പുറമേ നിന്നുള്ള മീനുകൾ, ചെടികളൊക്കെ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അവിടെ നിന്ന് ഈ അസുഖം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പാരസൈറ്റ്സ് ഈ ചെടികളിലോ മീനുകളിലോ ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇവരുടെ ഫിഷ് ടാങ്കിൽ കൊണ്ട് വന്നിടുന്ന സമയത്ത് ഇവർക്കത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നത്, നമ്മൾ ലൈവ് ഫീഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് ലൈവായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ ഫീഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, ഈ പാരസൈറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം കിടന്ന് ചീഞ്ഞ് അതിൽ നിന്നും ഈ പാരസൈറ്റ്സ് ഫോം ചെയ്യാറുണ്ട്. അതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആൻറ്റി പാരസൈറ്റിക് മെഡിക്കേഷൻസ് ആയിട്ടുള്ള പ്രാസിക്വാൻറ്റൽ പോലുള്ള മെഡിസിൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രിവെൻഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പുറമേ നിന്നൊക്കെ എന്തെങ്കിലും മീനുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറൻറ്റീൻ ചെയ്യുക. അതുപോലെ തന്നെ ലൈവ് ഫുഡ് ഫീഡ് ചെയ്യുമ്പോൾ ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫീഡ് ചെയ്യുക. അതുപോലെ പ്ലാന്റ്സിൻ്റെ വേസ്റ്റൊക്കെ കിടന്ന് ചീഞ്ഞ് പോകുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. ഇനി മൂന്നാമത്തെ അസുഖമായിട്ട് വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്, ഇവർ മോൾട്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും, അതായത് ഷെല്ല് പൊഴിക്കുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ഷെല്ലിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഈ ഫംഗസ് വൈറ്റ് കളറിൽ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഈ അസുഖം പ്രധാനമായിട്ടും വരുന്നത് വെള്ളം മോശമാകുമ്പോഴാണ്. പിന്നെ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് ലോ ആകുമ്പോഴും ഈ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ ഈ ക്രേഫിഷുകൾ കടിപിടി കൂടിയിട്ട് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവിൻ്റെ ഭാഗത്തും ഫംഗസ് ഫോം ചെയ്യാറുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെയ്യേണ്ടത്, ആ ഒരു ക്രേഫിഷിനെ സെപ്പറേറ്റ് ടാങ്കിലേക്ക് മാറ്റിയിട്ട് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, എയറേഷൻ നന്നായിട്ട് കൊടുക്കുക. എന്നിട്ട് ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ അസുഖം വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, എയറേഷൻ കൊടുക്കുക. പിന്നെ ഇവരുടെ ശരീരത്തിൽ ഇഞ്ചുറി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡിങ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കടിപിടി കൂടുന്ന സമയത്താണ് ഇവരുടെ ശരീരത്തിൽ ഇഞ്ചുറി വരുന്നത്. അപ്പോൾ ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരതിനകത്ത് ഒളിച്ചിരുന്നോളും. നാലാമതായിട്ട് വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ഇതിനകത്ത് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും വരുന്നുണ്ട്. അത് ബ്ലഡ് പോയ്സണിങ് ആണ്. ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ റെഡ് കളറുള്ള മാർക്കുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ജോയിൻറ്റുകളിൽ നീര് വരാറുണ്ട്. പിന്നെ ഇവർ വീക്കായിട്ട് തീരെ ആക്റ്റീവ് ആയിരിക്കില്ല. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ശരീരത്തിൽ ഇഞ്ചുറീസ്, മുറിവുകൾ വരുമ്പോൾ തന്നെയാണ്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ മോശമായിട്ടുള്ള അവസ്ഥ, അതായത് വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത്, അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ധാരാളം അടിഞ്ഞുകൂടിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. കനാമൈസിൻ അതുപോലെ തന്നെ എറിത്രോമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാങ്ക് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രേഫിഷുകളെ എണ്ണത്തിൽ കൂടുതൽ ഇടാതിരിക്കുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ റിമൂവ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ ഒരു അസുഖമായിട്ട് വരുന്നത് മോൾട്ടിംഗ് പ്രോബ്ലംസ് ആണ്. അതായത് ഇവർക്ക് ഷെല്ല് പൊഴിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് പുറത്ത് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്, അതായത് ലക്ഷണങ്ങൾ. ഇത് വരാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് കാൽഷ്യത്തിൻ്റെ കുറവാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിലും pH ലും ഉണ്ടാകുന്ന സഡൻ ചേഞ്ച്, അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ്,
ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അറിയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്രേഫിഷ് ചത്തുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നെ ചെയ്യാവുന്നത് നമുക്ക് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ആ ഒരു മോൾട്ടിംഗ് പ്രോസസ്സിൽ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ പ്രിവെൻഷനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ വാട്ടർ പാരാമീറ്റേഴ്സ് pH കാര്യങ്ങളെല്ലാം ടെമ്പറേച്ചർ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ ഹൈഡിങ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, മോൾട്ട് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഇവർക്ക് ശല്യം പൊഴിക്കാനായിട്ട്. ഇനി ആറാമതായിട്ട് വരുന്നത് സ്ട്രെസ് സിൻഡ്രോമാണ്. ഇവർക്ക് സ്ട്രെസ് വരുന്നതാണ്. ഇവരുടെ കളർ ഡള്ളാവുക, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാതിരിക്കുക, കൂടുതൽ സമയം ഹൈഡ് ചെയ്തിരിക്കുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. വെള്ളത്തിൻ്റെ മോശമായിട്ടുള്ള അവസ്ഥ, അതുപോലെ തന്നെ ഇവർ മറ്റ് ക്രേഫിഷുകളുമായിട്ട് കടിപിടി കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചുകൾ ടാങ്കിനകത്ത് ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പറയുന്നത് ഇവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഹൈഡിങ് സ്പോട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ടാങ്കുകളിൽ ക്രേഫിഷുകളുടെ എണ്ണം കുറച്ചിടുക, അതുപോലെ ഇവരെ വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതായത് ശല്യപ്പെടുത്താതിരിക്കുക, ടാങ്കിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇനി അവസാനമായിട്ട് ഏഴാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻ ഫെയിലിയർ ആണ്. അതായത് ഇവരുടെ ശരീരത്തിനകത്തുള്ള ഓർഗൻസ് ഡാമേജ് ആവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക. ഇത് സാധാരണ സംഭവിക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ക്രേഫിഷുകളിലാണ്, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഒരു അസുഖം സാധാരണ കണ്ടുവരുന്നത്. ഇതിനെ ശരിക്കും ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കണ്ടീഷനാണ്. ഈ സാഹചര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവരുടെ വയർ ഇങ്ങനെ ചുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഇവരുടെ ഷെല്ലിൽ ഒരു ബ്ലാക്ക് കളർ വരിക. ഈ ബ്ലാക്ക് കളർ ഷെല്ലിൻ്റെ പുറത്തുനിന്ന് വരുന്നതല്ല, ഇൻറ്റേർണൽ ഓർഗൻസ് ഉള്ളിൽ ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ ചീഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് ഒരു ബ്ലാക്ക് കളർ വരുന്നതാണ് ഉൾഭാഗത്ത്. ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു കണ്ടീഷൻ പ്രധാനമായിട്ടും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽന്യൂട്രീഷനാണ്. ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് ഫുഡിൽ നിന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി വല്ലാതെ മോശമാകുമ്പോൾ, പിന്നെ ക്രേഫിഷുകൾക്ക് വല്ലാതെ പ്രായമാകുമ്പോഴും ഈ ഒരു സംഭവം വരാറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അസുഖം വരാതിരിക്കാനായിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇവർക്ക് ഫീഡ് ചെയ്യുക, അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ ജനറലായിട്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, വെള്ളത്തിൽ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കുക, ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് പോവുക, റെഗുലറായിട്ട് അമോണിയ, നൈട്രേറ്റ്, pH ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഇവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫീഡ് ചെയ്യുക, അതായത് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഫീഡ് ചെയ്യുക. പുതിയ മീനുകൾ അല്ലെങ്കിൽ ക്രേഫിഷുകൾ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ക്വാറന്റൈൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.